അമ്മ മാതാവിനും ഈശോ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ജിസ്ന ജോബി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ഊരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, ഇടവകയിൽ നിന്നാണ്. 2024 നവംബർ 10 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ജർമ്മനിയിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതിനു മുന്നേ കൃപാസനത്തെ പറ്റി ഞാൻ കേൾക്കുകയും അറിയുകയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ആ ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ അർത്തുങ്കൽ പള്ളിയിലേക്ക് ഞാൻ വരികയും അമ്മ മാതാവിനോട് എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ റിജക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് ഒരു ചേച്ചി മുഖാന്തരം ജർമ്മനിയിലെ ഒരു ഏജൻറ്റ് വഴി 2025 സമ്മർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയുണ്ടായി. പക്ഷെ അതൊക്കെ റിജക്ഷൻ ആയിരുന്നു. കാരണം ഞാനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. എനിക്ക് ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് കോഴ്സിന് തക്കതായ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം റിജക്ഷനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് 75 ദിവസം ആയിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്നുണ്ട്. പക്ഷേ അവിടുത്തെ അവർ പറഞ്ഞു ഉടമ്പടി പുതുക്കാതെ 90 ദിവസം കഴിയാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളവിടെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് എഴുതി തന്നു, അച്ഛനെ കാണാനുള്ള ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് എഴുതി തന്നു. പക്ഷേ ഞാനിവിടെ അച്ഛനെ ചെന്ന് കണ്ടു. അച്ഛനോട് ആ പേപ്പർ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛൻ ചീത്ത പറയും, കാരണം ഉടമ്പടി പുതുക്കിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ അച്ഛനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ അച്ഛനെ എന്നോടൊന്നും പറഞ്ഞില്ല, ചീത്ത പറയുകയൊന്നും ചെയ്തില്ല. ആ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, നിങ്ങളോട് ബ്ലെസ്സിങ്ങിൽ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വിഷയം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത ഇൻടേക്കിൽ ഒക്ടോബർ ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സിങ് ആരംഭിച്ചു. പിന്നെ റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെയും ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു 3 കോഴ്സ് വെക്കുകയും പിന്നെ ആ ചേച്ചി പറഞ്ഞു നമുക്ക് 50-50 ചാൻസിൽ താൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഴ്സ് വെക്കാൻ പറഞ്ഞു. പക്ഷേ കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും വെച്ച് നോക്കാം എന്ന് പറഞ്ഞു. വെച്ചു. പക്ഷേ കോഴ്സൊന്നും കിട്ടിയില്ല. ഞാൻ അതിന് മുന്നേ തന്നെ ഒരു പേപ്പറിൽ എനിക്ക് ഇനി 4 യൂണിവേഴ്സിറ്റിയും കൂടെ ഉള്ളൂ. അതിനകത്ത് 3 കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലെയും 1 സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സുമായിരുന്നു. അപ്പോൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ കോഴ്സിന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്കെന്താ മാതാവ് ഇങ്ങനെ എല്ലാത്തിനും റിജക്ഷൻ വന്നെ എന്ന് പ്രാർത്ഥിച്ചു. കൂടാതെ എനിക്കൊരു വചനവും കിട്ടി, ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ള വചനം എന്നെ കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു വചനം എന്താണെന്ന് പറഞ്ഞാൽ, അവർ നിന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ വന്ന് നിന്നെ സഹായിക്കും. അപ്പോൾ എനിക്ക് റിജക്ഷൻ വന്ന യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടില്ല എന്ന് വെച്ചോ, എനിക്ക് മഴവിൽ കണ്ടില്ല എന്ന് വെച്ചോ ഞാൻ പരാതി പറയുമൊന്നുമില്ല. പക്ഷേ ഞാൻ വാശി പിടിക്കും. എനിക്ക് അമ്മ പ്രതീക്ഷയായ ദിവസം ഒരു 7-ാം തീയതി ഒരു ശനിയാഴ്ച ഒരു ചൊവ്വാഴ്ച എനിക്ക് അമ്മ മാതാവിൻ്റെ ദിവസം തന്നെ എനിക്ക് വിസ വരണം, എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂലൈ 7-ാം മാസം എനിക്ക് ഓഫർ ലെറ്റർ വരികയും പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ബാങ്കിൽ പോവുകയും വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ബാങ്കിലിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ബാങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ബാങ്കിൽ പോകുന്ന ദിവസം ഉപ്പിടാണ്ട് ചെന്ന ദിവസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലേ ആവുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുകയും ചെയ്തു. പിന്നീട് VFSൻ്റെ ഡേറ്റിനായിരുന്നു. എന്നോട് ആ ഏജൻറ്റ് പറഞ്ഞു VFSൻ്റെ ഡേറ്റ് കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ നമ്മൾ 5,000-25,000 രൂപയൊക്കെ കൊടുത്ത് VFSന് ഡേറ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാതാവേ എനിക്ക് തരണേ, ഇത്രയും മാതാവ് എത്തിച്ച് മാതാവ് എന്തായാലും എനിക്ക് തരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം എന്നും ഞാൻ മുട്ടുമേൽ നിന്നാണ് പ്രാർത്ഥിക്കാറ്, എൻ്റെ സങ്കടങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു ദിവസം VFSന് ഇങ്ങനെ ഡിലേ വന്നപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒന്നും വേണ്ട, 3-ാമത്തെ ദിവസം എൻ്റെ ഈശോ ലോകത്തിന് അത്ഭുതമായ പോലെ 3-ാമത്തെ ദിവസമെങ്കിലും എനിക്ക് VFSനുള്ള ഡേറ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് പൈസയൊന്നും കൊടുക്കാണ്ട് VFSനുള്ള ഡേറ്റ് കിട്ടി. 19-ാം തീയതി ആയിരുന്നു എൻ്റെ VFS. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, വിസ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പൊട്ടിച്ച് വായിക്കുകയുള്ളൂ, നോക്കുകയുള്ളൂ, റിജക്ഷൻ ആയാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ജർമ്മൻ വിസ വയ്ക്കുന്നവർ എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിസ എനിക്ക് ശനിയാഴ്ച വന്നു. അതും 27-ാം തീയതി ശനിയാഴ്ചയാണ് എനിക്ക് വന്നത്. ഞാൻ ഒന്നും നോക്കിയില്ല, തുറന്നു നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഉച്ചയ്ക്കാണ് വന്നത്, എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നു, അവിടെ ഇരുന്നു, ബാക്കിൽ ആരും ഉണ്ടായില്ല. ഞാൻ എന്താ ചെയ്യണമെന്നറിയില്ല, ഞാൻ തുറന്നു നോക്കി, അതിനകത്ത് വിസ ഉണ്ടായിരുന്നു. അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. ഇന്നലെ ശനിയാഴ്ച വിസ വന്നു. ഇന്നലെ ടിക്കറ്റിനുള്ള ഡേറ്റ് എടുത്തു. ഒക്ടോബർ 3-ാം തീയതി വെള്ളിയാഴ്ച 11 മണിക്ക് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും നന്ദി അമ്മ മാതാവിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ഒരു 10 കെട്ട് പൊതിച്ചോറ്
കൊണ്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ആശുപത്രിയിൽ രോഗികളായിരിക്കും പൈസ കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസവും പത്രക്കെട്ട് മേടിക്കുകയും ആശുപത്രി കൊടുക്കുകയും രോഗികൾക്ക് പൈസ കൊടുക്കുകയും പിന്നീട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല, രാത്രി ആയാലും ഞങ്ങൾക്ക് അറിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പത്രം കൊണ്ടേ കൊടുക്കുകയുള്ളൂ. അറിയില്ലാത്ത വീടുകളിൽ കൊണ്ട് കൊടുക്കും. ഞങ്ങളുടെ സ്ഥലത്തുള്ള ആർക്കും ഞാൻ പത്രം കൊണ്ടേ കൊടുക്കില്ല. എല്ലാ വീടുകളിലും രാത്രി ആയാലും സന്ധ്യ ആയാലും ഒന്നും ഞാൻ നോക്കില്ല, അവിടെ ചെന്ന് ഞാൻ പറയും. ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവർ മറ്റേ പെന്തക്കോസ്തി ആൾക്കാരൊക്കെ പറയും ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഈശോയിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറയും. അന്നേരം ഞാൻ തർക്കിക്കാനൊന്നും ഞാൻ പോകാറില്ല. ഞാൻ പറയും അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക് ഞാൻ വചനം പറഞ്ഞു കൊടുക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് ഈ വചനം പറഞ്ഞു കൊടുക്കും. അവരത് ഏറ്റു പറയും. അത് ഏറ്റു പറഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുകയുള്ളൂ. അവരോട് ഞാൻ പള്ളിയിൽ പോകാൻ പറയും, പ്രാർത്ഥിക്കാൻ പറയും, ഈശോയോട് നിങ്ങൾ സംസാരിക്കാൻ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ഈശോ കേൾക്കും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും നന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടുന്നത്. എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പറയുമ്പോൾ വചനത്തിൽ കൂടുതൽ വിശ്വസിക്കാൻ ഞാൻ പഠിച്ചു. കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ കിട്ടി. 1 ദിനവൃത്താന്തം 4:10. ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോടുകൂടി ഇരിക്കുകയും സകല വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും. കൂടുതൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും വചനമുണ്ട്, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും വചനമുണ്ട്. ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് വചനം വായിക്കും. ഞാനത് പഠിക്കും, ഉള്ളിൽ നിന്ന് പഠിക്കും. ഓരോ വചനവും ഏത് പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവുന്ന വചനങ്ങൾ ഏറ്റു പറഞ്ഞ് ഓരോ പ്രതിസന്ധി വന്നാലും വിസയുടെ തടസ്സങ്ങളൊന്നും ഒന്നുമില്ലാതെ എന്നെ ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി. വിലാപങ്ങൾ 3:24-25. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ജിസ്റ്റ ജോബി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഈ ആലയത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൈവകൃപയുടെ ശുശ്രൂഷയാണ് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങളിലൂടെയാണ് അച്ഛൻ്റെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഓരോരുത്തരും കടന്നു പോകുന്നത്. അച്ഛനത് ദേഷ്യപ്പെടുകയോ ചീത്ത പറയുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ അമ്മ മാതാവിൻ്റെ അരികിൽ ഒരു വലിയ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചേർന്നൊരു ജീവിതം നയിച്ചിട്ട് വേണം നമ്മുടെ അരികിലേക്ക് നമ്മൾ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുവാനായിട്ട്. വെറുതെ ഓടിപ്പിടിച്ച് വരുന്നതല്ല, എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് വരുന്നതുമല്ല, മറിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുവാൻ സഹായിക്കണമേ എന്ന്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി അണുവിട വ്യതിചലിക്കാതെ ജീവിച്ചിട്ടാണ് ഈ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ അൾത്താരയിലേക്ക് നമ്മൾ വരേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ ഉടമ്പടി കൃത്യമായിരിക്കണം, രേഖകൾ ശരിയായിട്ടുണ്ടായിരിക്കണം, ജീവിതം നന്നായി മുന്നോട്ട് പോകുന്നതാവണം. കുമ്പസാരിച്ചൊരുങ്ങി ക്രൈസ്തവരാണെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രസാദപര അവസ്ഥയിലായിരിക്കണം നമ്മൾ ഈ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അൾത്താരയിലേക്ക് വരേണ്ടതെന്ന് പറയുന്നത്. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണ രൂപത്തിനരികിലും ഈശോയുടെ ക്രൂശിത രൂപത്തിനരികിലും നിങ്ങളുടെ വലിയ ജീവിത വിഷയങ്ങളെ, നിങ്ങളുടെ വലിയ കടഭാരങ്ങളെ, തീരാരോഗങ്ങളെ, കണ്ണീര് കൊണ്ട് കുടുംബം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രശ്നങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും അച്ഛൻ്റെ കൃപയുള്ള അഭിഷേകത്തിലുള്ള പ്രാർത്ഥനയും ചേർന്ന് ആ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് അനുഗ്രഹമാകുവാൻ, നമുക്കത് അമ്മയുടെ ഇടപെടലും സാന്നിധ്യവുമാകുവാൻ വേണ്ടിയാണ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ആലയത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം കൊടുക്കുന്ന നിയോഗം തന്നെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ചിലരൊക്കെ എഴുതി ഒരു കാര്യം പറഞ്ഞ് ടോക്കൺ വാങ്ങി അത് എഴുതി കൊടുക്കും. പക്ഷേ അച്ഛൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ പലതും നമ്മൾ ഓർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, നിങ്ങളും അമ്മ മാതാവിൻ്റെ അരികിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരേ കാര്യം ഒരേ സമയം പൂർണ്ണമായി പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ ഏതു വലിയ വിഷയത്തെയും, ഏത് ഉത്തരം കിട്ടാത്ത പ്രശ്നത്തിനുമേലും ദൈവികമായ ഇടപെടൽ ലഭിക്കുന്നത് നമുക്ക് എപ്പോഴും അനുഭവിക്കുവാനാവും. അതിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ പറയുക, ഉടമ്പടി ജീവിച്ചിട്ട്
ഉടമ്പടി നിങ്ങൾ പുതുക്കിയിട്ട് ഉടമ്പടിയുടെ നിയോഗങ്ങൾ ഉടമ്പടിയുടെ നിബന്ധനകൾ നിങ്ങൾ പാലിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുപോലെ കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ട് നിങ്ങൾ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി വരിക. കാരണം അമ്മ മാതാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും എൻ്റെ ഇന്നലെ എന്ത്, നാളെ എന്ത്, ഇന്ന് ഞാൻ എങ്ങനെയുള്ള വ്യക്തിയെന്ന് അറിയുന്ന കർത്താവിൻ്റെ അരികിലാണ് പ്രത്യേകമായ കൃപയ്ക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അത് വിശുദ്ധമായിരിക്കണം, അത് വിശ്വസ്തതയുള്ളതായിരിക്കണം, അത് വിശ്വാസത്തോടു കൂടിയതായിരിക്കണം. എപ്പോഴും നമ്മുടെ ജീവിതത്തെ ക്ലിയർ ചെയ്തുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വൃത്തിയിലും ജീവിച്ചുകൊണ്ട് ഈ അൾത്താരയിൽ വന്ന് നിങ്ങൾ മുട്ടുകുത്തുക. അത് അനുഗ്രഹത്തിൻ്റെ വലിയ വാതിലുകൾ ഏത് പ്രശ്നത്തിലും നമ്മുടെ ജീവിതത്തിന് മേൽ തുറന്നു തന്നിരിക്കും. മകൾക്ക് ലഭിച്ചതും മകൾ പറയുന്നുണ്ട്, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു, അച്ഛൻ മൗനമായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അത് അമ്മ മാതാവിൻ്റെ ആ നിയോഗം ഏറ്റെടുത്തതാണെന്ന് എനിക്കുറപ്പായിരുന്നു. അതിന്ന് അനുഗ്രഹമായി അമ്മയുടെ സന്തോഷത്തിൽ, അമ്മ നൽകിയ അനുഗ്രഹത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ തുടർ ജീവിതത്തിലേക്ക് ഞാൻ പോവുകയാണെന്ന്. അമ്മ മാതാവ് ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.